ജീവിതം മുന്നോട്ട് പോയി ബാല്യകൗമാര യൗവനങ്ങൾ കഴിഞ്ഞ് വാർദ്ധക്യത്തിൻ്റെ പടിവാതിക്കലൊക്കെ കണ്ടു തുടങ്ങുമ്പോൾ ഏതൊരാൾക്കും തോന്നും ഒന്നുകൂടെ ബാല്യത്തിലേക്ക് തിരികെ പോയാലോ എന്ന്. ശരിക്കും അങ്ങനെ ചിന്തിക്കാത്തവരായി ആരും തന്നെ ഉണ്ടാകില്ല. കാരണം നമ്മുടെ പ്രപഞ്ചത്തിലും നമ്മുടെ ചുറ്റുവട്ടങ്ങളിലും ഓരോരുത്തരും ജീവിക്കുന്ന കാണുമ്പോൾ നമുക്ക് വീണ്ടും ബാല്യത്തിലേക്ക് തിരികെ പോകാൻ തോന്നും. പക്ഷേ നമ്മുടെ ബാല്യങ്ങളും ഇപ്പോഴത്തെ ബാല്യങ്ങളും ഒരുപാട് വ്യത്യാസമുണ്ട്. അങ്ങനെ എനിക്കും അങ്ങനെ എപ്പോഴും തോന്നാറുണ്ട്. ഞാൻ ബാല്യത്തിലേക്ക് തിരികെ പോയിക്കൊണ്ടിരിക്കുകയുമാണ്. എങ്ങനെയാണെന്നല്ലേ? നമുക്ക് ബാല്യത്തിലേക്ക് പോകാൻ നമ്മുടെ മക്കളും നമ്മുടെ കൊച്ചുമക്കളുടെയും ഒക്കെ കൂടെ അവരിൽ ഒരാളായി നമ്മൾ തീർന്നു കഴിഞ്ഞാൽ നമുക്ക് ബാല്യത്തിലേക്ക് തിരികെ പോകാം. പ്രായം കൊണ്ടല്ല, മാനസികമായി ബാല്യത്തിലേക്ക് തിരികെ പോയാൽ നമ്മുടെ കോശങ്ങൾ, നമ്മുടെ സെല്ലുകളിൽ എല്ലാം സെൽ ആക്ടിവേഷനിൽ പുതിയ കോശങ്ങൾ രൂപപ്പെടുകയും അങ്ങനെ നമുക്കൊരു ഊർജവും ഉന്മേഷവും ഒക്കെ തോന്നുകയും ചെയ്യും. അങ്ങനെ മകൻ വൈകുന്നേരം വന്ന് ഞങ്ങൾ സന്തോഷമായി കളിയും ചിരിയും വർത്തമാനമൊക്കെ കഴിഞ്ഞ് നേരെ അദ്ദേഹം എൻ്റെ വായനശാലയിലേക്കാണ് പ്രവേശിക്കുക. ഞാൻ അന്ന് അടക്കിയിട്ടിരിക്കുന്ന വായനശാലയെല്ലാം നിങ്ങളെല്ലാം അലങ്കോലപ്പെടുത്തി എല്ലാം നാശമാക്കി എൻ്റെ കളിപ്പാട്ടങ്ങളെല്ലാം നിങ്ങൾ സ്ഥാനം തെറ്റിച്ച് വച്ചു എന്നൊക്കെ പറഞ്ഞ് എല്ലാം ലൈബ്രറിക്ക് പുറത്തേക്ക് വലിച്ചിട്ട് വായനശാലയുടെ പുറത്തുള്ള ഹാളിലേക്ക് വലിച്ച് മാറ്റി ഭാര്യ പറഞ്ഞു, മോൻ തന്നെ ഇതെല്ലാം ചെയ്യല്ലേ, അതൊന്നും കുഴപ്പമില്ല എന്ന് പറഞ്ഞ് ഒരറ്റം മുതൽ മരറ്റ അറ്റം വരെ പുള്ളി ഓരോന്നായി പുള്ളിയുടെ കളിപ്പാട്ടങ്ങളും അലഞ്ഞു തിരിഞ്ഞു കിടന്ന പുള്ളിയുടെ പുസ്തകങ്ങളും എല്ലാം പുള്ളിയുടെ റാക്കിലെല്ലാം അടക്കി ഒടുക്കി വയ്ക്കാനുള്ള ശ്രമത്തിലാണ്. രാത്രി വായനശാലയെല്ലാം ശരിയാക്കിയതിന് ശേഷമാണ് പുള്ളിയുടെ കലാപരിപാടികൾ അവസാനിപ്പിച്ചത്. പുള്ളിയുടെ കളിപ്പാട്ടങ്ങളും വണ്ടികളും ഒക്കെ ഈ വായനശാലയുടെ അകത്തേക്കാണ് കൊണ്ടുവച്ചിരിക്കുന്നത്. 2-3 പെട്ടികളും റാക്കുകളും ഒക്കെ പുള്ളിക്ക് പ്രത്യേകിച്ചുണ്ട്. ഇനി പുള്ളി വന്നു കഴിഞ്ഞാൽ പിന്നെ ഞങ്ങളെ സംബന്ധിച്ച് വലിയ ഉത്സവമാണ്. വീട്ടിൽ മകളുമുണ്ട്, ഭാര്യയുടെ മാതാവുമുണ്ട്. വരുമ്പോൾ എല്ലാവരും വിരുന്നെത്തും. ഒരു 10-12 ദിവസമാണ് ആകെ എല്ലാവരും എത്തുക. അങ്ങനെ പുള്ളി ഓരോന്നായി വലിച്ചു മാറ്റി നല്ല റിസ്ക്കുള്ള പണിയാണെങ്കിലും പുള്ളി എല്ലാം എടുത്ത് തൂത്ത് തുടച്ച് ഒരറ്റം മുതൽ. അപ്പോൾ ഭാര്യയും സഹായിക്കാനായി കൂടി. കാരണം കൊച്ചുമോൻ്റെ അഭ്യാസവും അവൻ്റെ ആയാസവും കണ്ടിട്ട് ഭാര്യയും കൂടി പെട്ടെന്ന് അവനെ സഹായിക്കുകയാണ്. ഇത്തരം കാഴ്ചകളുമൊക്കെ നമ്മൾ അതിലേക്ക് ഇൻട്രസ്റ്റായി അവനോടൊപ്പം ചേർന്ന് കളിച്ചിരി തമാശകളുമായി മാറുമ്പോൾ നമ്മൾ ബാല്യത്തിലേക്ക് എത്തുന്നത് പോലെ നമുക്ക് അനുഭവപ്പെടും. ആ ഒരു ഫീൽ കിട്ടുമ്പോഴാണ് നാം പറഞ്ഞത് മാനസികമായി നമ്മൾ ബാല്യത്തിലേക്ക് എത്താൻ കഴിയുമെന്ന്. എന്തായാലും വായനയോടും അതുപോലെ പുസ്തകങ്ങളോടും പഠനത്തോടുമൊക്കെ വലിയ ഇൻട്രസ്റ്റ് എൻ്റെ കൊച്ചുമകനുണ്ട് എന്നുള്ളത് എന്നെ വളരെയേറെ സന്തോഷിപ്പിക്കുന്ന ഒന്നാണ്. എല്ലാ കാര്യങ്ങൾക്കും അവൻ മിടുക്കനായി തന്നെയാണ് വളർന്നു വരുന്നത്. ഇവൻ വന്നു കഴിഞ്ഞാൽ പിന്നെ പുലർകാലത്തെ ഞങ്ങൾ ഉണരും. ഞാൻ അല്ലെങ്കിൽ തന്നെ പുലർകാലത്ത് ഉണരുന്നതാണല്ലോ. ഞാൻ 4:30 മണിക്ക് ഉണർന്നാൽ 6 മണിയാവുമ്പോഴേക്കും അദ്ദേഹവും ഉണർന്നു വരും. അതിനുശേഷം പിന്നെ ഞങ്ങൾ ഒരു വഴിക്ക് സഞ്ചരിച്ചു കൊണ്ടേയിരിക്കും. വായനശാല അടക്കിപ്പറക്കി കഴിഞ്ഞിട്ടില്ല. കുറേ അധികം നേരമായി. നല്ല അധ്വാനമുണ്ട്. ഏതാണ്ട് ഒരുവിധമൊക്കെ അടുക്കിപ്പറക്കി അവൻ ഭംഗിയാക്കി അവൻ്റെ ഇഷ്ടത്തിന് വായനശാലയെ തിട്ടപ്പെടുത്തുകയാണ്. കണ്ടില്ലേ, കാറും ജീപ്പും ലോറിയും ഒക്കെ കളിപ്പാട്ടങ്ങളും പാവകളുമൊക്കെ അവന് ഇഷ്ടമുള്ള ഇടങ്ങളിലൊക്കെ ഒതുക്കി വെച്ചിട്ട് പോകും. അവൻ പോകുന്ന മുറയ്ക്ക് ഞങ്ങൾ ഞങ്ങളുടേതായ സ്റ്റൈലിലേക്ക് പതുക്കെ മാറ്റും. പിന്നെ വരുമ്പോൾ പുള്ളി ഒച്ചയും ബഹളവും ഒക്കെ ഉണ്ടാക്കി ഇങ്ങനെ പറക്കി പുള്ളിയുടെ സ്റ്റൈലിന് വയ്ക്കും. അതാണ് പുള്ളിയുടെ രീതി. അങ്ങനെ ഏതാണ്ടൊക്കെ ഒന്ന് അവസാനിക്കുന്ന മട്ടാണ്. വായനശാല ഒരുവിധം ഭംഗിയായില്ലേ എന്നൊക്കെ പുള്ളി ചോദിക്കുന്നുണ്ട് ഇടയ്ക്ക്. ഞാൻ പറഞ്ഞു, വളരെ മനോഹരമായിട്ടുണ്ട്. കാരണം കൊച്ചുകുട്ടിയാണല്ലോ, അവൻ്റെ മനസ്സിന് ഇഷ്ടപ്പെടുന്ന തരത്തിൽ അവനത് ചെയ്യുമ്പോൾ അവന് നമ്മൾ മാനസികമായി സപ്പോർട്ട് ചെയ്യുകയാണ് വേണ്ടത്. ഇത്തരം കാര്യങ്ങളിലൊക്കെ ഈ പ്രായത്തിൽ ഞാൻ എൻ്റെ കൊച്ചുമകനായതുകൊണ്ട് പറയുകയല്ല. അങ്ങനെ അവൻ നന്നായിട്ട് കൈകാര്യം ചെയ്യുന്ന ഒരാളാണ്. അങ്ങനെ പുള്ളി നന്നായിട്ട് ക്ഷീണിച്ചു കിടന്നുറങ്ങി. നേരം വെളുത്തില്ല. ഞങ്ങൾ ഉണർന്നെണീറ്റ് പുള്ളിക്കൊരു പതിവുണ്ട്. ടൗണിൽ അബ്ബാസിൻ്റെ ഒരു ചെറിയ ചായക്കടയുണ്ട്. അവിടെ പോയി ഒരു കാലിച്ചായ കഴിക്കണം. അതാണ് ഞങ്ങളുടെ രാവിലത്തെ ആദ്യത്തെ കറക്കം. അങ്ങനെ ഞങ്ങൾ കാലിച്ചായയുമൊക്കെ കഴിച്ച് സിവിൽ സ്റ്റേഷൻ പരിസരത്തേക്ക് ചെന്നപ്പോൾ അവിടെ ഇന്ന് ഒരു യുദ്ധസ്മാരകം ഉദ്ഘാടനം ചെയ്യാൻ തയ്യാറെടുത്തുകൊണ്ടിരിക്കുകയാണ്. മരണപ്പെട്ടുപോയ പട്ടാളക്കാർക്ക് വേണ്ടി ഒരു സ്മാരകം അങ്ങനെ മൂവാറ്റുപുഴയുടെ
മിനി സിവിൽ സ്റ്റേഷൻ്റെ ചേർന്ന് തന്നെ ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഉദ്ഘാടനമാണ് ഇന്ന്. അവിടെ എത്തിയപ്പോഴാണ് ഇന്ന് ഉദ്ഘാടനമാണ് എന്നറിയുന്നത്. വാർ മെമ്മോറിയൽ മൂവാറ്റുപുഴ സെൻട്രലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. സിവിൽ സ്റ്റേഷനോട് ചേർന്ന് തന്നെയുള്ള സ്ഥലത്താണ്. അത് കണ്ടപ്പോൾ അവന് വല്ലാത്ത കൗതുകം. അപ്പോൾ അവനോട് ഞാൻ കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി. പഴയ പട്ടാളക്കാരായ കുറേ അധികം ആളുകൾ അതിൻ്റെ ഉദ്ഘാടന പരിപാടിയുമായി ബന്ധപ്പെട്ട് അവിടെ എത്തിയിട്ടുണ്ട്. അതിൽ പ്രമുഖരായ പലരുമുണ്ട്. ആരൊക്കെയാണ് എന്ന് വിശദമായി ഞാൻ ചോദിച്ചറിഞ്ഞില്ല. എന്നാലും ഇതൊക്കെ കാണുമ്പോൾ നമ്മുടെ രാജ്യത്തെ കാക്കുന്ന പട്ടാളക്കാർ അവരുടെ സ്വന്തം കുടുംബങ്ങളും നാടും സംസ്കാരങ്ങളുമെല്ലാം വിട്ടെറിഞ്ഞ് നമ്മുടെ നാടിനെ കാക്കുന്ന, നമുക്ക് സ്വസ്ഥമായി കിടന്നുറങ്ങാൻ നമുക്ക് കാവൽ നിൽക്കുന്ന, ശത്രു സൈന്യങ്ങളെ ചേർത്ത് തോൽപ്പിക്കാൻ നമ്മുടെ രാജ്യാതിർത്തിയിൽ കാവൽ നിന്ന് ശത്രു സൈന്യത്തിൻ്റെ വെടിയേറ്റ് മരിക്കുന്ന, അപകടങ്ങളിൽ മരിക്കുന്ന ഒരുപാട് പട്ടാളക്കാരുണ്ട്. ആ പട്ടാളക്കാരുടെ ഓർമ്മയ്ക്കായിട്ട് ഇവിടെ തീർത്തിട്ടുള്ള ഈ യുദ്ധസ്മാരകം കാണുമ്പോൾ തന്നെ നമുക്ക് മേലിന് ഒരു കുളിരാണ്. കാരണം അവരിൽ റിട്ടയറായ കുറേ അധികം ജീവനക്കാരാണ്, പട്ടാളക്കാരാണ് അവിടെ ഇപ്പോൾ നിലവിലുള്ളത്. ഉദ്ഘാടനം 10 മണിക്കാണ്, 9:30 മണി 10 മണിക്കിടയ്ക്കാണ് എന്ന് പറഞ്ഞു. നിങ്ങൾ എത്തിച്ചേരണമെന്ന് കൊച്ചുമകനോടും എന്നോടും അവർ പ്രത്യേകിച്ച് പറഞ്ഞു. പക്ഷേ അവന് വേറെ ഒരു ഫംഗ്ഷൻ ഉള്ളതുകൊണ്ട് ഞങ്ങൾ എത്തില്ല. അതുകൊണ്ട് എന്നാൽ ഞങ്ങളുടെ കൂടെ നിന്ന് ഒരു ഫോട്ടോയൊക്കെ എടുക്കാൻ പറഞ്ഞ് അവനെയും ചേർത്ത് നിർത്തി വിശേഷങ്ങളൊക്കെ ചോദിച്ച് ഫോട്ടോയും എടുത്ത് അതിൻ്റെ വീഡിയോയും ഞാൻ പിടിച്ച് അങ്ങനെ ഞങ്ങൾ ആ യുദ്ധസ്മാരകം വിശാലമായിട്ട് ഒന്ന് കണ്ട് അവിടെ നിന്നും സ്കൂളിൽ പോകാനുള്ള തയ്യാറെടുപ്പിലേക്ക് വരികയാണ്. അവനിന്ന് സ്കൂളിലൊരു ഫംഗ്ഷനുണ്ട്. സ്കൂളിലെ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ ചാച്ചാജിയുടെ ജന്മദിനം. അതിൻ്റെ പരിപാടിയായിട്ട് സ്കൂളിൽ ഇന്നാണ് ചില പരിപാടികൾ ഒരുക്കിയിട്ടുള്ളത്. അതിൻ്റെ ചില കലാപരിപാടികൾക്കൊക്കെ അവന് പോകേണ്ടതുണ്ട്. ഞങ്ങൾക്കും കുടുംബസമേതം പോകേണ്ടതുണ്ട്. അങ്ങനെ യുദ്ധസ്മാരകവും എല്ലാം കണ്ട് ഞങ്ങൾ അവിടെ നിന്ന് മെല്ലെ യാത്ര തിരിക്കാൻ നോക്കുമ്പോൾ ഒരു പട്ടാളക്കാരൻ കൂടി, റിട്ടയർ ജീവനക്കാരൻ കൂടി എത്തിയതുകൊണ്ട് ഒന്നും കൂടെ ഒരു വീഡിയോയുമൊക്കെ എടുത്ത് വീണ്ടും ഞങ്ങൾ ആ ഫോട്ടോയും കവർ ചെയ്ത് വീഡിയോ കവർ ചെയ്ത് അവിടെ നിന്ന് ഞങ്ങൾ തിരികെ പോരാനുള്ള ശ്രമമാണ്. അങ്ങനെ ഞങ്ങൾ ആ യുദ്ധസ്മാരകത്തോട് ബൈ പറഞ്ഞ് നേരെ വീട്ടിലെത്തുകയാണ്. വീട്ടിലെത്തിയതിന് ശേഷം കുളിയും തേവാരവും ഒക്കെ കഴിഞ്ഞ് അവൻ കൊച്ചുമിടുക്കനായി മുകളിൽ നിന്ന് പുതിയ കോട്ടും സൂട്ടും എല്ലാം ഇട്ട് സ്കൂളിലേക്കുള്ള പുറപ്പാടിലാണ്. കൊച്ചുമകൻ്റെ കലാപരിപാടികളും അവൻ്റെ സ്പീച്ചുമൊക്കെ കേൾക്കാൻ ഞാനും ഭാര്യയും മകളും അതുപോലെ മരുമകനും ഭാര്യയുടെ മാതാവും പല സ്റ്റെപ്പിലായി ഞങ്ങൾ സ്കൂളിലേക്ക് എത്തി. കാരണം എല്ലാവർക്കും ഓരോരോ തിരക്കിലാണ്. അങ്ങനെ 1-2 ഷോട്ടൊക്കെ അവൻ റെഡിയായിട്ടിരിക്കുന്നതൊക്കെ എടുത്തുകൊണ്ട് ഞങ്ങൾ ഉടനെ തന്നെ നേരെ സ്കൂളിലേക്ക് പുറപ്പെട്ടു. അവൻ്റെ മമ്മയാണിത്, അവൻ്റെ ഉമ്മ. ഇതാണ് എൻ്റെ ഭാര്യയും ഭാര്യ മാതാവും. ഞങ്ങളെല്ലാവരും സ്കൂളിലേക്കെത്തി. കലാപരിപാടികൾ ഒന്നൊന്നായി അവിടെ തുടങ്ങുകയാണ് എന്ന് അനൗൺസ്മെൻറ്റ് ചെയ്തു. അങ്ങനെ ഞങ്ങൾ ഹാളിൽ കയറി. ഇത് മകളാണ്. മകളും മകളുടെ കൂട്ടുകാരിയും അവിടെ ഇരിപ്പുണ്ട്. 2 പേരുടെയും കുട്ടികൾ പഠിക്കുന്നത് കൊണ്ട് എല്ലാവരും എത്തിയിട്ടുണ്ട്. ഇതാണ് എൻ്റെ ഭാര്യ, LLB വിദ്യാർത്ഥിയാണ്. അങ്ങനെ ഭാര്യയും മകളും അവിടെ ഇരിക്കുന്നു. ഭാര്യ മാതാവ് തൊട്ട് അപ്പുറത്തെ സീറ്റിലുണ്ട്. സീറ്റ് കിട്ടുന്ന മുറയ്ക്കാണ് ഞങ്ങൾ ഇരുന്നത്. അങ്ങനെ പരിപാടികൾ തുടങ്ങി. അവൻ്റെ ഒരു ഗ്രൂപ്പ് സോങ്ങാണ്. അതിനകത്ത് അവൻ ഈ കോമാളിയായിട്ട്, അതായത് മിക്കി മൗസായിട്ടാണ് അവൻ വരുന്നത്. ഈ തൊപ്പിയൊക്കെ വെച്ച് നിൽക്കുന്ന മിക്കി മൗസാണ് എൻ്റെ കൊച്ചുമകൻ. അവൻ്റെ പേര് എന്ന് പറയുന്നത് ഇനാം മുഹമ്മദ് ഷഹഖ് എന്നാണ്. ഞങ്ങൾ ഇനാം എന്ന് വിളിക്കുന്നു. ഞാൻ അവനെ കുഞ്ഞൻ എന്നാണ് വിളിക്കുക. എനിക്ക് അങ്ങനെ വിളിക്കാനാണ് ഇഷ്ടം. എപ്പോഴും എനിക്ക് അവൻ കുഞ്ഞനായിരിക്കുമല്ലോ. അങ്ങനെ അവൻ്റെ കലാപരിപാടികൾ ഒന്നൊന്നായി തുടരുകയാണ്. അവൻ 2 പ്രോഗ്രാമിനാണ് ചേർന്നത്. സ്കൂളിലെ കലാപരിപാടികൾ അതേപോലെ ഇട്ട് കഴിഞ്ഞാൽ കോപ്പിറൈറ്റ് ഉള്ളതുകൊണ്ടാണ് അവരുടെ മ്യൂസിക് ഞാൻ കൊടുക്കാത്തത്. അങ്ങനെ അവൻ്റെ അടുത്ത സ്പീച്ച്
അങ്ങനെ അവൻ്റെ സ്പീച്ചും എല്ലാം കേട്ട് അവരുടെ കലാപരിപാടികൾ ഒരു ഗ്രൂപ്പ് ഡാൻസും എല്ലാം കഴിഞ്ഞ് ആസ്വദിച്ചതിന് ശേഷമാണ് ഞങ്ങൾ സ്കൂൾ അങ്കണം വിട്ട് പോന്നത്. സ്കൂൾ അങ്കണം വിട്ട് പോകുന്നത് എല്ലാ കലാപരിപാടികളും കഴിഞ്ഞ് 1 മണിക്ക് ശേഷമാണ് ഞങ്ങൾ പോകുന്നത്. അവൻ UKG വിദ്യാർത്ഥിയാണ്. അങ്ങനെ അവൻ്റെ കലാപരിപാടികൾ ഞങ്ങൾ സശ്രദ്ധം വീക്ഷിക്കുകയും ആസ്വദിക്കുകയും ചെയ്തു. അവനെ സംബന്ധിച്ച് ഡാൻസും അതുപോലെ കൊച്ചു കലാപരിപാടികളൊക്കെ വലിയ ഇഷ്ടമാണ്. ചെണ്ട പഠിക്കണം എന്നൊക്കെ അവൻ വീട്ടിൽ വരുമ്പോൾ പറയാറുണ്ട്. ഞാൻ ഒരു ചെണ്ടമേളക്കാരനാണ്. കുറച്ചു കാലമായി ചെണ്ടാഭ്യാസം ഇപ്പോൾ മേളത്തിനൊന്നും പോകാതെ ഇരിക്കുകയാണ്. കാരണം താമസിക്കുന്ന ഇടങ്ങളിൽ നിന്ന് ഞങ്ങൾ മൂവാറ്റുപുഴ ടൗണിലേക്ക് പോന്നപ്പോൾ മേളങ്ങളൊക്കെ നിന്നുപോയി. എൻ്റെ ആശാൻ കോതമംഗലം താലൂക്കിലെ തൃക്കാരുള്ള പ്രഭാകരൻ എന്ന മാഷാണ് എന്നെ ചെണ്ട പഠിപ്പിച്ചത്. ഞങ്ങൾ 15 പേർ പഠിച്ചിട്ട് ഞങ്ങളിൽ 8 പേർ അരങ്ങേറുകയും അടിവാട്ടുകാവ് ഭഗവതി ക്ഷേത്രത്തിൽ ഉത്സവത്തിന് എൻ്റെ മേളം കൊണ്ടാണ് അരങ്ങേറ്റം നടത്തിയത്. അങ്ങനെയൊക്കെ ചെണ്ടമേളവും ഒക്കെ അറിയാം എനിക്ക്. അപ്പോൾ ഇവനും ചെണ്ട പഠിക്കണമെന്നുള്ള ആഗ്രഹമുണ്ട്. ഞാൻ പറഞ്ഞു 1-ാം ക്ലാസ്സിലേക്ക് കഴിയട്ടെ, അപ്പോൾ സ്കൂളിൽ കലാപരിപാടികളൊക്കെ കാണും, അതിനകത്തൊക്കെ ചേരുകയും മ്യൂസിക്കിനും ഡാൻസിനുമൊക്കെ നമുക്ക് ചേരാം, നിനക്ക് ഇഷ്ടമുള്ളതിനൊക്കെ ഞാൻ പഠിപ്പിക്കാമെന്ന് പറഞ്ഞിരിക്കുകയാണ്. അങ്ങനെ ഡാൻസ് പ്രോഗ്രാം ഏതാണ്ട് പൂർണ്ണമായും ഞങ്ങൾ ആസ്വദിച്ചു. അതിനുശേഷം കുറേ കുട്ടികളുടെ കലാപരിപാടികളുമൊക്കെ ഉണ്ടായിരുന്നു. അതെല്ലാം വളരെ ഹൃദ്യമായി ഞങ്ങൾ ആസ്വദിച്ചതിന് ശേഷം സ്കൂൾ അങ്കണം വിട്ട് ഞങ്ങൾ നേരെ വീട്ടിലെത്തി. വീട്ടിലേക്ക് എത്തിക്കഴിഞ്ഞാൽ തന്നെ പിന്നെ ഓരോന്നോരോന്നായി ഓരോ തലയ്ക്കൽ നിന്ന് അവൻ ഓരോ പരിപാടികളായിട്ട് ഇറങ്ങുകയാണ്. നേരെ പോയത് കോഴിയെ കളിപ്പിക്കാനാണ്. അവന് ശത്രുവായി നിൽക്കുന്ന ഒരു കോഴിപ്പൂവനുണ്ട്, അങ്കവാലുള്ള കോഴിപ്പൂവൻ. അവനെ കാണുമ്പോൾ ആ കോഴിപ്പൂവന് ഭയങ്കര ദേഷ്യമാണ്. കാരണം ഇവൻ എപ്പോഴും ചെന്ന് കോലിട്ട് കുത്തുകയും അവനെ കൂകുമ്പോൾ അതിനൊപ്പം കൂപ്പി കളിയാക്കുകയും ഒക്കെ ചെയ്യും. അതുകൊണ്ട് ഇവൻ ഓടുമ്പോൾ അവനെ കൊത്താൻ വേണ്ടി ഇവൻ്റെ പുറകെ ഓടുന്ന രംഗമാണ്. ഗ്രില്ലിന് പുറത്തേക്ക് പറന്ന് കയറാറില്ല, അതുകൊണ്ട് പേടിക്കാനില്ല. കൈ കിട്ടിക്കഴിഞ്ഞാൽ കൊത്തിപ്പറിച്ച് നാശമാക്കുകയും ചെയ്യും. ഒരു ദിവസം കാലിൽ കൊത്തുകയും ചെയ്തു. എത്ര കൊത്തുകൊണ്ടാലും അവനെ വീട്ടിൽ വന്നു കഴിഞ്ഞാൽ ഇതിനെ കളിയാക്കുന്ന രീതിയാണ്. അതുപോലെ ഇവൻ്റെ അടുക്ക വീട്ടിലൊരു പട്ടിയുണ്ട്, വലിയ സ്നോബിയെ കളിയാക്കും. അതുപോലെ ചങ്ങല ഇട്ടിട്ടുണ്ട്. ഒരു ദിവസം ചങ്ങല ഇല്ലാതെ ഇരുന്നപ്പോൾ സ്നോബി എത്തി ഇവൻ ഓടി അടുത്ത വീട്ടിൽ കയറി വാതിലടയ്ക്കുകയുണ്ടായ സംഭവമുണ്ടായി. പുള്ളിക്ക് എല്ലാത്തിനെയും കളിയാക്കുന്നത് വലിയ ഇഷ്ടമാണ്. അങ്ങനെ ഈ കോഴിപ്പൂവിനെയും അങ്ങനെ കളിയാക്കി അവനത് കൊത്തു പിടിപ്പിച്ചേക്കുകയാണ്. ഇത് വല്ലാത്തൊരു ശല്യമായി മാറും. കോഴി കുറച്ച് കഴിയുമ്പോൾ എന്നെയും കൊത്താൻ ശ്രമിക്കും. എന്നെ കൊത്തി തുടങ്ങുമ്പോൾ കോഴി പിന്നെ എന്താകുമെന്ന് പറയേണ്ടതില്ലല്ലോ. അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് നോക്കിക്കഴിഞ്ഞപ്പോൾ തൊട്ടടുത്ത പറമ്പിൽ ഒരു അടയ്ക്കാമരത്തിൽ നിന്ന് വലിയൊരു പാള വീണു. അടയ്ക്കാമരത്തിൻ്റെ കൈ വീണു. അത് ഞങ്ങളുടെ മതിലിലേക്കാണ് വീണത്. അപ്പോൾ ഞാൻ പറഞ്ഞു, മോനെ, ഞങ്ങളുടെയൊക്കെ ബാല്യത്തിൽ ഇതായിരുന്നു ഞങ്ങളുടെ ആദ്യകാലത്തെ വണ്ടികൾ. ഒരാൾ ഇതിൽ കയറിയിരിക്കും, മറ്റൊരാൾ വലിക്കുകയും ചെയ്യും. അങ്ങനെയായിരുന്നു. എന്നാൽ എന്നെയും ഒന്ന് അങ്ങനെ വലിക്കൂ എന്ന് പറഞ്ഞപ്പോൾ എനിക്കും വളരെ സന്തോഷമായി. ആ ബാല്യത്തിലേക്ക് ഒന്നുകൂടെ എത്താമല്ലോ എന്ന് ഞാനും വിചാരിച്ചു. സ്നേഹം നിറഞ്ഞവരെ, ഇത്തരം ബാല്യകാല കൗമാരങ്ങളിലെ കുസൃതികളിലേക്കും അന്നത്തെ കളിപ്പാട്ടങ്ങളും അന്നത്തെ ആ കളികളിലേക്കുമൊക്കെ ഒന്ന് എത്തി നോക്കുമ്പോൾ നമ്മൾക്ക് ബാല്യങ്ങളിലേക്ക് തിരികെ പോകാൻ കഴിയും. അതിനു വേണ്ടിയിട്ടാണ് ആ അടയ്ക്കാമരപ്പാള വീണപ്പോൾ ഞാനത് എടുത്തുകൊണ്ട് വന്ന് എൻ്റെ കൊച്ചുമകനോടൊത്ത് അതിൻ്റെ ഓലയെല്ലാം അടർത്തി മാറ്റി ആ പാളയിൽ അവനെ ഒന്ന് വലിക്കാൻ തീരുമാനിച്ചത്. നമ്മൾ എത്രമാത്രം ബാല്യത്തിലേക്ക് തിരികെ പോകുന്നോ, നമ്മളുടെ ബാല്യത്തിലെ കഥാപാത്രങ്ങളോ അല്ലെങ്കിൽ കളികളോ കളിപ്പാട്ടങ്ങളോ ഒന്നുമല്ല ഇപ്പോഴെല്ലാം അത്യന്താധുനികതയിലുള്ള കളിപ്പാട്ടങ്ങളും ബാല്യകാല കൗമാരങ്ങളെ ശീലങ്ങളും കളികളുമൊക്കെയാണല്ലോ. പക്ഷേ എന്നിരുന്നാലും നമ്മുടെ ബാല്യങ്ങളിലെ കുറച്ച് കലകളും അതുപോലെ കുറച്ച് കായിക അഭ്യാസങ്ങളും കളികളുമൊക്കെ പുതിയവയുമായി ഒന്ന് സമന്വയിപ്പിച്ചിട്ട് ഒരു പുതിയ രീതി അവലംബിക്കുകയാണെങ്കിൽ കുട്ടികൾക്ക് നമ്മുടെ ബാല്യത്തെയും അതുപോലെ അവരുടെ ബാല്യവും പുതിയ കൗമാരങ്ങളും യൗവനങ്ങളും ഒക്കെ ആസ്വദിക്കാൻ ഒരു വല്ലാത്ത ഉന്മേഷം തോന്നും. അങ്ങനെ ഞാൻ പാളയും അതിൻ്റെ കൈകളെല്ലാം ക്ലിയറാക്കി അവനോട് പറഞ്ഞു, ഇത് നീ അപ്പുറത്തേക്ക് കൊണ്ടുപോകുമോ, ഞാനും കൂടെ വരാം, എന്നിട്ട് നമുക്ക് മുൻവശത്തേക്ക് വലിച്ചുകൊണ്ട് പോകാം, ഇവിടെ വലിക്കാൻ ഇടമില്ലല്ലോ എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ പാളയെല്ലാം റെഡിയാക്കി ഞാൻ മടക്കി, നീ ഇതിനകത്ത് ഇരുന്നിട്ട് ഇവിടെ പിടിക്കണമെന്നെല്ലാം പറഞ്ഞ് അവനെ തൊപ്പിയൊക്കെ വച്ച് ഞങ്ങൾ റെഡിയാക്കി. അങ്ങനെ
പാളവണ്ടി വലിക്കാനായി ഞങ്ങൾ പോവുകയാണ്. ആ ബാല്യ കൗമാരത്തിലേക്ക് ഒരു എത്തിനോട്ടം. സ്നേഹം നിറഞ്ഞവരെ, ഇത്തരം കാര്യങ്ങളും ചിന്തകളുമൊക്കെ നമ്മളിലേക്ക് എത്തുമ്പോൾ നമ്മൾ എന്തെന്നില്ലാത്ത അനുഭൂതിയിലേക്കും കൗമാരത്തിലേക്ക് നിന്നും ബാല്യത്തിലേക്കും ഒക്കെ നമ്മൾ തിരികെ പോകും. ആ ഒരു കാഴ്ചയും ഈ ഒരു സഞ്ചാരവും ഈ ഒരു മനസ്സിൻ്റെ ഉന്മേഷവുമൊക്കെ എത്ര പറഞ്ഞറിയിച്ചാലും മതി വരാത്ത ഒന്നാണ്. ഇതുപോലെ ഒത്തിരി കാര്യങ്ങൾ ബാല്യത്തിലുണ്ട്. അതൊക്കെ ഇവനെ പഠിപ്പിക്കുകയും പറഞ്ഞു കൊടുക്കുകയും ചെയ്യണം. ഇങ്ങനെ ഓരോന്നും ഞാൻ ഇവനെ നിത്യേന ഇവൻ വീട്ടിൽ വന്നാൽ ഞങ്ങൾ രണ്ടുപേരും ഇതുപോലെ ഓരോ കാര്യങ്ങൾ പറഞ്ഞു കൊടുത്ത് സാറ്റും സാതേമ്പറും എന്ന് വേണ്ട ഓരോ കളികളും പണ്ടത്തെ ഇവനെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അങ്ങനെ ഞാനും കൊച്ചുമകനും കൂടി പാള കെട്ടി വലിക്കുകയാണ്. കുറേ കഴിഞ്ഞപ്പോഴേക്കും പാള തേഞ്ഞ് തീർന്ന് അവൻ്റെ ചന്തിക്ക് വേദന തുടങ്ങി എന്നെനിക്ക് സംശയം തോന്നുന്നു. പക്ഷേ അവൻ അതിൻ്റെ ഹരത്തിൽ അറിയുന്നില്ല. എന്നാൽ കുറച്ചിടപെട ദൂരം കൂടി വലിച്ചതിന് ശേഷം ഞങ്ങൾ ഇത് അവസാനിപ്പിക്കണം. കാരണം കരിങ്കല്ലിൻ്റെ മുകളിലായതുകൊണ്ട് പാള പെട്ടെന്ന് ഉറഞ്ഞില്ലായ്മ തീർന്നു പോകും. അങ്ങനെ അവനും സന്തോഷമായി, എനിക്ക് അതിലേറെ സന്തോഷമായി. സ്നേഹം നിറഞ്ഞവരെ, പച്ചപ്പാണിൻ്റെ സന്തോഷം ഇത്തരം കാഴ്ചകളും വിശേഷങ്ങളുമൊക്കെ നിങ്ങളിലേക്ക് എത്തിക്കുമ്പോൾ ഈ പഴമയും പുതുമയും ചേർന്ന് സമന്വയിപ്പിച്ചിട്ടുള്ള പുതിയ വീഡിയോകൾ നിങ്ങൾക്ക് ഇഷ്ടമാകുന്നു എങ്കിൽ മാത്രം നിങ്ങൾ ലൈക്ക് ചെയ്യുക. അല്ലാത്തവർ സ്കിപ്പ് ചെയ്തു പോകാം. ഇഷ്ടമാകുന്നവർ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ യൂട്യൂബിൽ കയറി PACHPPANENTESANTHOSHAM എന്ന് ഇംഗ്ലീഷിൽ സ്മോൾ ലെറ്ററിൽ അടിച്ചാൽ ഈ പച്ചപ്പാണിൻ്റെ സന്തോഷം എന്ന ചാനൽ തെളിഞ്ഞു വരും. അപ്പോൾ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടണിൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം. അതിനുശേഷം ലൈക്ക് ചെയ്ത് ഓൾ ഓപ്ഷൻ ക്ലിക്ക് ചെയ്താൽ ഞാനിടുന്ന എല്ലാ വീഡിയോകളും നിങ്ങളിലേക്ക് എത്തിച്ചേരും. അങ്ങനെ പാള തുളഞ്ഞു, അവൻ്റെ ഊരയിൽ ചെളിയുമായി എന്നാണ് അവൻ പറഞ്ഞത്. അവൻ വീണ്ടും കോഴിയെ കളിപ്പിക്കാനായി പോയി. ഈ കളിയും ചിരിയുമാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ സന്തോഷം. അങ്ങനെ ഇത് ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും മറ്റുള്ളവരിലേക്കും പ്രായമേറിയവരിലേക്കും ബന്ധുമിത്രാദികളിലേക്കും ഈ ചാനൽ അയച്ചു കൊടുക്കുകയും ചെയ്യുക. കാരണം പ്രായമേറിയവർക്ക് പ്രത്യേകിച്ചും ഇതൊക്കെ കാണുമ്പോൾ ഇതൊക്കെ ഞങ്ങൾക്കും ചെയ്യാൻ കഴിയുമല്ലോ എന്നവർ പറഞ്ഞ് ചെയ്യുകയും ഒക്കെ ചെയ്ത് ഒരു ലൈക്ക് അടിക്കുകയും കമൻ്റ് ഇടുകയും ചെയ്യുമ്പോൾ ഞങ്ങൾക്ക് ഏറെ സന്തോഷമാണ്. അതിനുശേഷം ഞങ്ങൾ കുറച്ച് താറാവ് മുട്ട ഇരുന്നത് അടുത്ത വീട്ടിൽ ഓർഡർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ജോയി എന്ന് പറഞ്ഞ ചേട്ടൻ സുഖമില്ലാതെ കിടക്കുന്നുണ്ട്. ആ ചേട്ടന് വേണ്ടി ഞങ്ങൾ താറാവ് മുട്ടയുമായി പോവുകയാണ്. കൊച്ചുമകൻ വന്നിട്ടുണ്ടെങ്കിൽ അവനെ കൊണ്ടുവരാൻ കഴിഞ്ഞ പ്രാവശ്യം ചെന്നപ്പോൾ ജോയി ചേട്ടൻ പറഞ്ഞിരുന്നു. അങ്ങനെ അവനെയും കൂട്ടി താറാവ് മുട്ടയായി ജോയി ചേട്ടൻ്റെ വീട്ടിലേക്ക് പോവുകയാണ്. ജോയി ചേട്ടൻ്റെ വീട്ടിലേക്ക് താറാവ് മുട്ടയായി പോകുമ്പോൾ വലിയ ഇഷ്ടമാണ്. കാരണം ജോയി ചേട്ടൻ്റെ കൊച്ചുമക്കളൊക്കെ ഉണ്ടെങ്കിലും വിദേശങ്ങളിലാണ്. അതുകൊണ്ട് ഇവനെ വലിയ ഇഷ്ടമാണ്. വല്ലപ്പോഴുമൊക്കെ ഇവനെയും കൊണ്ട് ഞാൻ പോകാറുണ്ട്. അദ്ദേഹം സുഖമില്ലാത്ത രീതിയിലുള്ള, അതായത് റെസ്റ്റ് എടുത്ത് കിടക്കുകയാണ്. കൂടുതൽ നടക്കാനും എടുക്കാനൊന്നും വയ്യാത്തൊരവസ്ഥയിലാണ്. അപ്പോൾ ആഴ്ചയിലൊരിക്കലെങ്കിലും ഞാൻ അവിടെ കയറിപ്പോകും. തൊട്ടടുത്ത വീടാണ്, എന്നാലും അപ്പുറം ചുറ്റി പോകണം. കുറച്ച് ചുറ്റിയാണ് റോഡ്. അപ്പോൾ അതിന് ചുറ്റി ഞാനും കൊച്ചുമകനും കൂടി മുട്ടയുമായി ജോയി ചേട്ടൻ്റെ വീട്ടിലേക്ക് പോകുന്ന പോക്കാണിത്. അങ്ങനെ ജോയി ചേട്ടൻ്റെ വീടിൻ്റെ ഗേറ്റും തുറന്ന് ഞങ്ങൾ കയറി ചെന്ന് ഞാൻ പറഞ്ഞു, നീ മുട്ടയും എടുത്ത് പോയി ബെല്ലടിക്ക്. ജോയി ചേട്ടൻ്റെ അടുത്ത സെർവൻസ് ഒക്കെ ഉണ്ട്, അവർ വന്ന് വാതിൽ തുറക്കും. ഞാൻ ഈ വണ്ടി വെച്ചിട്ട് വരാമെന്ന് പറഞ്ഞ് അവൻ പോയി ബെല്ലൊക്കെ അടിച്ച് വാതിൽ തുറന്നപ്പോഴേക്കും ഞാനും ചെന്നു. അങ്ങനെ ജോയി ചേട്ടനെ വീട്ടിൽ കൊണ്ടുപോയി മുട്ട കൊടുക്കാനുള്ള ശ്രമമാണ്. വലിയ വീടും ബംഗ്ലാവും ഒക്കെയാണ്, പക്ഷേ മക്കളൊക്കെ വിദേശത്താണ്. അതാണല്ലോ ഇന്നത്തെ ആധുനികതയുടെ പ്രത്യേകത. ഇത്തരം വീടുകളുടെ എണ്ണം കൂടി വരികയുമാണ്. അതിനെക്കുറിച്ചൊക്കെ മറ്റ് വീഡിയോയിൽ വിശേഷം പറയാമെന്നുള്ളത് കൊണ്ട് കൂടുതലൊന്നും ഞങ്ങൾ പറയുന്നില്ല. അങ്ങനെ വിശേഷങ്ങളൊക്കെ പറഞ്ഞ് മുട്ടയും കൊടുത്ത് ജോയി ചേട്ടന് സുഖമല്ലേ എന്നൊക്കെ ചോദിച്ച് വിശേഷങ്ങളൊക്കെ പറഞ്ഞ് ഞങ്ങൾ തിരികെ പോരുകയാണ്. അങ്ങനെ ഇന്നത്തെ കാഴ്ചകളും വിശേഷങ്ങളും ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഞങ്ങളുടെ ചാനൽ പച്ചപ്പാണിൻ്റെ സന്തോഷം എന്ന ചാനൽ കാണുകയും കേൾക്കുകയും ആസ്വദിക്കുകയും ചെയ്ത് സുന്ദരമായ കമൻറ്റുകൾ ഇടുന്ന ഓരോ നല്ല പ്രേക്ഷകർക്കും, മുഴുവൻ പ്രേക്ഷകർക്കും പച്ചപ്പാണിൻ്റെ സന്തോഷത്തിന് നന്ദിയും കടപ്പാടും അറിയിച്ചുകൊണ്ട് നിർത്തട്ടെ. ഏവർക്കും ഗുഡ് ബൈ.